ഹായ് ഹലോ നമസ്കാരം. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡയറക്ടറും അഹല്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളുമായ PR ശ്രീ മഹാദേവൻ പിള്ള സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ശരിക്കും സാർ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയാണ്. ഇപ്പോഴത്തെ ഒരു പേരൻസിൻ്റെ ഇടയിൽ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഡിമാൻഡ് വളരെ വാല്യൂ കൊടുക്കാതെ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം എങ്ങനെയായി തീരും എന്നാണ് സാറിൻ്റെ ഒരു കാൽക്കുലേഷൻ? ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് കേരളത്തിലാകെ 6 എഞ്ചിനീയറിംഗ് കോളേജുകളും 6 മെഡിക്കൽ കോളേജുകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് കേരളത്തിൽ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ കീഴിൽ തന്നെ 132 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അതുകൂടാതെ 20ഓളം എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിവിധ സർവകലാശാലകളുടെയും കേന്ദ്ര സ്ഥാപനങ്ങളുടെയും കീഴിൽ കേരളത്തിൽ തന്നെയുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ എണ്ണം 30-നടുത്തേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ട് മെഡിക്കൽ കോളേജുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ 5 ഇരട്ടിയായിട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ എണ്ണം വർദ്ധിച്ചു. ഈ ഡിമാൻഡ് സപ്ലൈ തിയറി അനുസരിച്ച് സപ്ലൈ കൂടുമ്പോൾ ഡിമാൻഡ് കുറയുമെന്നാണ്. അത് കേരളത്തിൽ എഞ്ചിനീയറിങ്ങിന് സംഭവിച്ചു. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് ഇത് സംഭവിക്കുകയുണ്ടായി. ഇപ്പോൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്നത് ഈ ഡിമാൻഡ് കുറഞ്ഞു പോകുന്നതോടുകൂടി എഞ്ചിനീയറിങ് എടുക്കാൻ ആളില്ലാത്തൊരു സ്ഥിതി വരുന്നോ എന്നുള്ളൊരു സംശയമാണ്. 60,000-നടുത്ത് സീറ്റുള്ള കേരളത്തിൽ അതിൻ്റെ പകുതിയോളം സീറ്റുകൾ നിറയ്ക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അതായത് പകുതിയിൽ കൂടുതൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പോൾ ഇതിനൊരു പ്രധാന കാരണമായി ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നത് തൊഴിലവസരങ്ങൾ കൂടുമ്പോൾ ഡിമാൻഡ് കൂടും, തൊഴിലവസരങ്ങൾ കുറയുമ്പോൾ ഡിമാൻഡ് കുറയും എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ശാസ്ത്ര വിഷയങ്ങളും ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾക്കും ഡിമാൻഡ് കൂടുകയുണ്ടായി. പക്ഷേ കഴിഞ്ഞ കൊല്ലം മുതൽ അതില്ലാതായി. കാരണം അത് പഠിച്ചവർക്ക് യാതൊരു തൊഴിലും കിട്ടുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ സ്ഥിതി. ഏതെങ്കിലും ഒരു വിഷയത്തിൽ BA BSc ബിരുദം എടുത്തിട്ട് പിന്നീട് അവർ ക്ലറിക്കൽ പോസ്റ്റിന് വേണ്ടിയിട്ട് പരിശീലനത്തിന് പോവുക, സർക്കാർ പരീക്ഷ എഴുതുക, അത് കിട്ടാതെ നിരാശരായി പോയതിൻ്റെ സ്ഥിതി. പക്ഷേ എഞ്ചിനീയറിംഗ് രംഗത്ത് അതല്ല. ഈ ഡിമാൻഡ് കുറഞ്ഞിരുന്നുവെങ്കിലും എഞ്ചിനീയറിംഗ് ബിരുദം എടുത്തവരെല്ലാവരും തന്നെ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇന്ന് ജോലിയിലാണ്. അത് മോശപ്പെട്ട ജോലിയിലാണ് അതിന് തുടങ്ങുന്നതെങ്കിൽ കൂടിയും അവർ മെച്ചപ്പെട്ട ജോലിയിലേക്ക് പെട്ടെന്ന് മാറുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോൾ തുടക്കത്തിൽ ഒരു എഞ്ചിനീയർക്ക് 10,000-20,000 രൂപ ശമ്പളം കിട്ടുന്നുള്ളെങ്കിലും ഒരു 4-5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 1,00,000-ൽ കൂടുതൽ ശമ്പളം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പലയിടത്തും മാറുന്നുണ്ട്. പിന്നെ സോഫ്റ്റ്വെയർ രംഗം ഇന്ന് ധാരാളം എഞ്ചിനീയർമാരെ റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ഇടയ്ക്കുണ്ടാകുന്ന സംഗതി ഈ എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ, ജോബ് മാർക്കറ്റിലുണ്ടാകുന്ന ചില അനിശ്ചിതത്വങ്ങൾ പെട്ടെന്ന് ഈ എഡ്യൂക്കേഷൻ സെക്ടറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മുൻ റഷ്യൻ പ്രസിഡൻറ്റ് ഗോർബച്ചേവ് പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു ഡ്രൈവറാണെങ്കിലും അയാൾ എഞ്ചിനീയർ ആയാൽ അത്രയും നന്ന് എന്നാണ്. കാരണം ഗോർബച്ചേവ് തന്നെ അടിസ്ഥാനപരമായിട്ടൊരു എഞ്ചിനീയറായിരുന്നു. അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ലോജിക്കൽ മൈൻഡും ഒരു സയൻറ്റിഫിക് മൈൻഡും ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസും സ്വായത്തമായിട്ടുണ്ടാകും. അതത്രയും പഠിച്ചാലേ അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മറ്റ് ബിരുദങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ട് ചെയ്യാനുള്ള പരിശീലനം കിട്ടുന്നത് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കാണ്. പിന്നെ തൊഴിലില്ലായ്മയുടെ പേര് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിലും എൻ്റെ അറിവിൽ ഒരു 1.5 കൊല്ലത്തിൽ കൂടുതൽ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് വെറുതെ നിൽക്കേണ്ടി വരാറില്ല. കാരണം അവരെ എല്ലാ ജോലിക്കും ഫിറ്റ് ഇൻ ചെയ്യാൻ കഴിയും. അത് മനസ്സിലായിക്കൊണ്ടായിരിക്കണം കഴിഞ്ഞ 1 കൊല്ലം കൊണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഡിമാൻഡ് കൂടി വരികയാണ്. ഇനി അത് കൂടും. കാരണം ഇപ്പോൾ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് എല്ലാ ബിരുദ കോഴ്സുകളും 4 വർഷത്തേക്കാക്കാൻ പോവുകയാണ്. കാരണം 3 വർഷത്തെ ബിരുദ കോഴ്സിന് അന്താരാഷ്ട്ര തലത്തിൽ മിക്കയിടത്തും അംഗീകാരമില്ല. അതുകൊണ്ട് 3 വർഷം BAയോ അല്ലെ BScയോ BComോ ഒക്കെ പഠിച്ച് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ബിരുദത്തിന് അവിടെ അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് വാഷിങ്ടൺ അക്കോർഡിലും ടോക്കിയോ അക്കോർഡിലും അന്താരാഷ്ട്ര തലത്തിൽ ഈ 3 വർഷ കോഴ്സുകൾക്ക് അംഗീകാരമില്ല. അതുകൊണ്ട് ആ കോഴ്സുകളും പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കീഴിൽ ഇവിടെ 4 വർഷം ആക്കാൻ പോവുകയാണ്. അങ്ങനെ ആകുമ്പോൾ 4 വർഷം കൊണ്ടൊരു എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് പോകണോ, അതോ 4 വർഷം കൊണ്ടൊരു ആർട്സ് ഡിഗ്രി എടുത്ത് പോകണോ, ഒരു സയൻസ് ഡിഗ്രി എടുത്ത് പോകണോ എന്നുള്ള ചിന്ത വരുമ്പോൾ എഞ്ചിനീയറിങ്ങിനാണ് മേൽക്കോയ്മ കിട്ടുക സ്വാഭാവികമായിട്ടും. ഇനി കുട്ടികളുടെ ഇടയിലുള്ള ഒരു സംശയം, ഒരു എഞ്ചിനീയറിംഗ് ബിരുദം പഠിച്ച് പാസ്സാകാൻ കുറച്ചുകൂടി മെനക്കേടല്ലേ എന്നുള്ളതാണ്. ഒരു ഭൗതിക വിഷയമോ അല്ലെങ്കിൽ ഒരു ശാസ്ത്ര വിഷയമോ അല്ലെങ്കിൽ ഒരു പൊതുവിഷയമോ പാസ്സാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുന്നതിനില്ല എന്നുള്ളതാണ്. സത്യമാണത്. എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുക്കുന്നതിന് കുറച്ചുകൂടി മെനക്കെടണം. പക്ഷേ ഞാൻ കുട്ടികളോട് പറയാറുള്ള പോലെ ഒരു 4 വർഷം മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരു 40 വർഷം സുഖമായി ജീവിക്കാൻ കഴിയും. അപ്പോൾ ഈ 4 വർഷം മെനക്കെടാൻ കുട്ടികൾ തയ്യാറാകണം.
ആ ചലഞ്ച് ഏറ്റെടുക്കണം എന്ന് കരുതി എഞ്ചിനീയറിംഗ് പാസ്സാകൽ വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. അത്യാവശ്യം ഒരു ദിവസം 1-2 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് എഞ്ചിനീയറിംഗ് പാസ്സാകാൻ കഴിയും. പക്ഷേ അതുകൂടി നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു ശോചനീയാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം 4-5 മണിക്കൂർ മൊബൈലിൽ വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടി 1-2 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ തയ്യാറല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയാണ് അവരെ ഈ എഞ്ചിനീയറിങ്ങിനോടുള്ള വെറുപ്പുണ്ടാക്കുന്നത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു നോബൽ പ്രൊഫഷൻ, ഒരു റെപ്യൂട്ടഡ് പ്രൊഫഷൻ, ഏത് കാലത്തും ഏത് തൊഴിലിനും ഉപയോഗ്യമാക്കാവുന്ന പ്രൊഫഷൻ, അങ്ങനെയൊക്കെയുള്ള ഒരു വിദ്യാഭ്യാസ രംഗത്തെ അവഗണിക്കുന്ന വഴി വിദ്യാർത്ഥികൾ അവർക്ക് കിട്ടാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ പറയാൻ കാരണം, ഇന്ത്യയിൽ നിന്നൊരു എഞ്ചിനീയറിംഗ് ബിരുദം എടുത്ത് പോയാൽ ഏത് രാജ്യത്തും അതിന് അംഗീകാരമുണ്ട്, ഏത് രാജ്യത്തും തൊഴിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഇന്ത്യയിലെ മറ്റു പല ഡിഗ്രികൾക്കും അതില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇവിടുന്ന് ഒരു മെഡിക്കൽ ഡിഗ്രി എടുത്ത് പോയാൽ കൂടി വിദേശ രാജ്യങ്ങളിൽ അതിന് അംഗീകാരമില്ല പലയിടത്തും. അവിടെ പിന്നീട് അതിൻ്റെ ഉപരിപഠനം ചെയ്ത് ആ ബിരുദം കൂടി എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പല രാജ്യങ്ങളിലും അതിന് അംഗീകാരം കിട്ടുള്ളൂ. എന്നാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് അങ്ങനെയല്ല, ഒട്ടുമിക്ക രാജ്യങ്ങളിലും അംഗീകാരമുണ്ട്. അതൊരു നന്മ കൂടിയാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി ഇനിയും എഞ്ചിനീയറിങ്ങിനുള്ള ഡിമാൻഡ് കൂടും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എല്ലാ കോളേജുകളിലും എഞ്ചിനീയറിംഗ് ഒരുപോലെയാണ് പഠിപ്പിക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നല്ല നല്ല കോളേജുകളുണ്ട്, മോശം കോളേജുകളുണ്ട്. അപ്പോൾ കുട്ടികൾ കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം, അവിടുത്തെ ഡിസിപ്ലിൻ, അവിടുത്തെ അന്തരീക്ഷം, അവിടുത്തെ അധ്യാപകരുടെ ഗുണം, അവിടെ കിട്ടുന്ന പ്ലേസ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഇപ്പോൾ ഒരു കുത്തൊഴുക്കാണ് സ്വകാര്യ ഓട്ടോണമസ് സ്ഥാപനങ്ങളുടെ, സ്വകാര്യ ഡീംഡ് യൂണിവേഴ്സിറ്റികളുടെ, കൽപ്പിത സർവകലാശാലകളുടെയൊക്കെ. അപ്പോൾ അതിൽ ഏതെടുത്താലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ ബിരുദം തരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ നമുക്ക് വെറുതെ, കാരണം ഈ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അങ്ങനെ ഒരു വകുപ്പുണ്ട്. അവർ കൽപ്പിത സർവകലാശാലയോ ഓട്ടോണമസോ ആയിക്കഴിഞ്ഞാൽ ബിരുദം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെയാണ്, അവർ തന്നെ പഠിപ്പിച്ച് അവർ തന്നെ മാർക്കിടുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു സെൽഫ് കൺട്രോൾ വരും. നല്ല യോഗ്യതയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സമൂഹം അംഗീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ചേരുമ്പോൾ അതുകൂടി നോക്കി വേണം വിദ്യാഭ്യാസ സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. എനിവേ, ഒരുപാട് സന്തോഷം. താങ്ക് യു. നന്ദി. അഹല്യ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ പ്ലസിൻ്റെ മറ്റൊരു സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സെഗ്മെൻറ്റുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.